അതായത് നമ്മുടെ തന്നെ ആത്മീയത ഉണർത്തിക്കൊണ്ട്, നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊണ്ട് നമ്മൾ ആത്മീയതയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ കൗളാചാരം എന്ന് പറയുന്നത്. ആത്മീയ ഉണർന്ന് എന്തെല്ലാം ചിട്ടകൾ പാലിക്കണം. അപ്പൊ എന്തെല്ലാം ചിട്ടകൾ പാലിച്ചാൽ മാത്രമേ ആ കുണ്ടലിനി ശക്തി ഉണർന്നു വരികയുള്ളൂ. അപ്പം ആചാര്യൻ ഈ കൗളാചാരത്തെ കുറിച്ച് ശരിക്കും തത്വജ്ഞാനി ആയിരിക്കണം. കാരണം അതിനകത്തൊരു വ്യവസ്ഥയുണ്ട്. കൗളാചാരത്തില് പുലാർണവ തന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതായത് മദ്യത്തോടൊപ്പം തന്നെ ഈ മാംസവും നൽകണം, വറയും നൽകണം. നമസ്കാരം. എന്താണ് ഈ കൗളാചാരം? ഈ കൗളാചാരം എന്ന് പറയുമ്പോൾ അത് ഓരോ ദേശത്തിലെ ആചാരങ്ങളെ കോർത്തിണക്കി ഒരു പ്രത്യേക ചട്ടക്കൂടിൽ, അല്ല ഒരു ദേശത്തിന്റെ ബൗണ്ടറി തിരിച്ചിട്ട് ആ ദേശത്തിന്റെ ജനതയുടെ ജീവിത രീതി, അവരുടെ സംസ്കാരം, ഇതെല്ലാം കോർത്തിണക്കി ഒരു ദ്രവീഡിയൻ കൾച്ചറിൽ ഒരു സംവിധാനം ചെയ്യുന്ന ഒരു രീതിയാണ് കൗളാചാരം എന്ന് പറയുന്നത്. ആ കൗളാചാരത്തിന്റെ നിർവചനം തന്നെ കുലേ ഭവതു കൗളം എന്നാണ് പറയുന്നത്. കുലത്തിൽ ഭവിക്കുന്നത്. കുലം എന്ന് പറയുമ്പോഴത്തേക്കും ദേശമാകാം, ശരീരമാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഒരു ദേശത്ത് ഒരു ആചാരം നടത്തുന്നു, ഒരു അമ്പലത്തിൽ ഒരു ആചാരം നടത്തുന്നു. ആ ആചാരം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഇതാണ് കൗളാചാരത്തിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മുടെ തന്നെ ആത്മീയത ഉണർത്തിക്കൊണ്ട്, നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊണ്ട് നമ്മൾ ആത്മീയതയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ കൗളാചാരം എന്ന് പറയുന്നത്. പക്ഷെ തികച്ചും വ്യത്യസ്തമായിട്ട് പല ക്ഷേത്രങ്ങളിലും കൗളാചാരത്തിന്റെ മറവിൽ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും കൗളാചാരം ശരിക്കും ഒരു ശാസ്ത്രീയമാണ്. പക്ഷെ ഇത് അശാസ്ത്രീയമായിട്ടുള്ള പല ആചാരങ്ങളും, ഇപ്പൊ ഇന്നലെ ചെയ്തൊരു അബദ്ധം മറ്റൊരു ഇന്നത്തെ ആചാരമാകാം എന്ന് പറഞ്ഞ് ആരോ ഒന്ന് ചെയ്തു വെച്ചതിനെ പിന്നെ അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു വരുമ്പോൾ അത് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് വരും. ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് വരുമ്പോൾ ആ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന, ആ വിരുദ്ധമായിട്ടുള്ള ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ദേശത്തിനും അതിന്റെ ദോഷം വരുമ്പോൾ ഓട്ടോമാറ്റിക് കൗളാചാരത്തെ എല്ലാവരും അകറ്റി നിർത്തും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൗളാചാരത്തില് യഥാർത്ഥത്തില് തന്ത്രമാണോ മന്ത്രമാണോ ഉപയോഗിക്കുന്നത്? രണ്ടുമുണ്ട്. താന്ത്രികം, അതായത് മന്ത്രവും മുദ്രകളും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആചാര പദ്ധതിയാണ് ഈ കൗളാചാരം എന്ന് പറയുന്നത്. കൗളാചാരം എന്ന് പറയുന്നത് അത് പലർക്കും പല ആചാരങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കൗളാചാരം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്, അതായത് കറുത്ത വസ്ത്രം ധരിക്കുന്ന പൂജാരി കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ കൗളാചാരം കറക്റ്റായിട്ട് എങ്ങനെയാണ്, അതിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണ്? കൗളാചാരം നേരത്തെ സൂചിപ്പിച്ചുള്ളൊരു ദേശാചാരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നടക്കുന്നത്. അതായത് ഓരോ ദേശത്തെ ഐതിഹ്യം അതിനകത്ത് കോട്ട് ചെയ്തിട്ട് ആ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ക്ഷേത്രത്തെ, വെള്ളായണി ദേവി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള അങ്ങനെയാണ്. ആ ഐതിഹ്യവുമായിട്ട് കോട്ട് ചെയ്തിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ആത്മീയ ഉണർവ് ഉണ്ടാകുന്നത്, ആത്മീയ ഉണർവിന് എന്തെല്ലാം ചിട്ടകൾ പാലിക്കണം. അപ്പൊ എന്തെല്ലാം ചിട്ടകൾ പാലിച്ചാൽ മാത്രമേ ആ കുണ്ടലിനി ശക്തി ഉണർന്നു വരികയുള്ളൂ എന്നുള്ളതായിട്ടുള്ള ഒരു സാത്വികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ശരിക്കും ഈ കൗളാചാര വ്യവസ്ഥയിൽ വരുന്നത്. അതിനകത്ത് ഈ മദ്യം, മാംസം ഇതെല്ലാം വെച്ച് പൂജ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മദ്യവും മാംസവും വെച്ച് പൂജ ചെയ്യുന്ന അതിന് ശരിക്കും പറഞ്ഞ ഒരു സാത്വിക രീതിയാണ്. പക്ഷെ അവിടെ വേറൊരു നെഗറ്റീവായിട്ട് അതിനകത്ത് ചിന്തിക്കും. ഇപ്പം നമ്മൾ മദ്യം വയ്ക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ഉള്ളിലെ ഭ്രമിപ്പിക്കുന്ന, നമ്മളെ മദ്യപ്പിക്കുന്നതാണ് നമ്മളെ മദ്യം. അപ്പൊ ആ മദ്യത്തെ നമ്മൾ എന്താ ചെയ്യുന്നു? അവിടെ ഈശ്വരൻ സമർപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മതമത്സര്യങ്ങൾ, അപ്പോൾ അതുപോലെ തന്നെ അത്തരത്തിലുള്ള രീതികൾ, നെഗറ്റീവായിട്ടുള്ള രീതികൾ നമ്മൾ ദേവതയ്ക്ക് നൽകുന്നു. അപ്പോൾ ദേവതയ്ക്ക് നൽകുമ്പോൾ മാത്രമേ അത് ആത്മീയ ഉണർവുണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ മദ്യവും മാംസവും മൈഥുനം, ഇതെല്ലാം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. വെള്ളായണി ദേവി ക്ഷേത്രത്തില് അമ്മയുടെ വിശിഷ്ടമായ ഒരു നേർച്ചയാണ് മധുപൂജ. അതെ. എന്താണ് ഈ മധുപൂജ? അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മധുപൂജ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കള്ള്, ശുദ്ധമായ തെങ്ങിൻ കള്ളിനെ നമ്മൾ മധു എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഐതിഹ്യം അനുസരിച്ച് ദേവിയുടെ പ്രതിഷ്ഠാ സമയത്തുള്ള ആവിർഭാവത്തിൽ തന്നെ ഐതിഹ്യം പറയുന്നുണ്ട്, ദേവി കള്ള് നൂർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവിയെ പ്രത്യക്ഷത്തിൽ കെട്ടുന്നതെന്ന്. അപ്പൊ ആ ദേവിക്ക് അനുസ്മരിപ്പിക്കുന്ന, ആ ഐതിഹ്യത്തെ അനുസ്മരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ദേവിയുടെ പ്രധാന നിവേദ്യമായിട്ടുള്ള കള്ള് ദേവിക്ക് സമർപ്പിക്കുന്നത്. അപ്പൊ ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കള്ള് നേരത്തെ സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, നമ്മളെ മനസ്സിനെ മതിപ്പിക്കുന്ന മധുവിനെയാണ് നമ്മൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന തന്നെ ഒരു ആത്മീയ ഉണർവുണ്ടാകും. ഒപ്പം തന്നെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നമ്മൾ മാറുന്നുണ്ട്. ആയുസ്, ആരോഗ്യം, ഇതെല്ലാം തന്നെ കള്ള് സമർപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരു പ്രധാന വിഷയമാണ്.
അതുകൊണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾ മധുപൂജ ചെയ്യുന്നതുകൊണ്ട് എന്ത് എന്ത് ഗുണമാണ് അവർക്ക് ഉള്ളത്? ഓരോ പൂജയ്ക്ക് ഓരോ ഇതുണ്ടല്ലോ, അവസ്ഥ ഉണ്ടല്ലോ. അതെ 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 നമ്മൾ മധുപൂജ ചെയ്താൽ ഒരു വീടിനുണ്ടാകുന്ന എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? അതെ. എന്തിനു വേണ്ടിയിട്ടാണ് ആ മധുപൂജ ഒരാൾ ചെയ്യാൻ പറയുന്നത്? മധുപൂജ എന്ന് പറയുന്നത് നമ്മുടെ പല സങ്കല്പങ്ങൾ, ഒരാളുടെ സങ്കല്പം അനുസരിച്ച്, ഇപ്പൊ ഇന്ന ഇതിന്റെ ഞാൻ എന്റെ സങ്കല്പത്തിൽ ഞാൻ മധുപൂജ നിവേദിച്ചിരിക്കാം. അവിടെ സങ്കല്പത്തിനാണ് പ്രാധാന്യം. ഇപ്പൊ എനിക്കൊരു അസുഖമാണ്. അപ്പൊ അസുഖം മാറുന്നതിലേക്ക് വേണ്ടി ഞാൻ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ മധു സമർപ്പിക്കുകയാണ്. അടുത്ത് എനിക്കൊരു കച്ചവടം, ആ കച്ചവടം അഭിവൃദ്ധിപ്പെടണം, വാണിജ്യം. അപ്പൊ അത് സങ്കല്പിച്ച ദേവിക്ക് ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ മധു. അപ്പൊ എന്തുകൊണ്ടാണ് വാണിജ്യം മുടങ്ങുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് എനിക്ക് അസുഖം വരുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടെ കുറച്ച് ഡീപ്പായിട്ട് അത് പോയാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ നെഗറ്റീവ് മാറുന്നതിലേക്ക് വേണ്ടിയാണ് ഞാൻ സമർപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ച് ആ പൂജാരി അല്ലെങ്കിൽ പൂജകൻ ആ മധു ദേവിക്ക് സമർപ്പിച്ചിട്ട് ഇവിടെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും അതനുസരിച്ച് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന മുമ്പ് മാത്രമാണ് അവിടെ ആ മധുപൂജ കൊണ്ട് ദേവി തിരിച്ച് സംസാരിക്കുന്നതായിട്ടായിരിക്കണം ആ അർച്ചകൻ അല്ലെ ആ ഉപാസകൻ തിരിച്ച് തൻ്റെ ഉപാസന ശക്തിയിലൂടെ അവർക്ക് ഇത് ബോധ്യപ്പെടുത്തി കിടക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ അവർക്ക് ഫലവത്തുണ്ടാകുന്നത്. അപ്പം ആചാര്യൻ ഈ കൗളാരത്തെ കുറിച്ച് ശരിക്കും തത്വജ്ഞാനി ആയിരിക്കണം, ജ്ഞാനം അല്ല, തത്വത്തിന്റെ ജ്ഞാനം ഉണ്ടായിരിക്കണം. ആചാരത്തിന്റെ ജ്ഞാനമല്ല നമുക്ക് വേണ്ടത്, തത്വത്തിന്റെ ജ്ഞാനം. തത്വജ്ഞാനാത് ശ്രേയസ് എന്നാണ് പറയുന്നത്. അധ്യാത്മത്തിൽ നമ്മളൊരു പ്രത്യേകത ഉണ്ട്, തത്വജ്ഞാനത്തിനാണ് പ്രാധാന്യം, ആചരണത്തിനല്ല. തത്വജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആചരണം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ മധുപൂജ നടത്താൻ വരുന്ന ഒരു ഫാമിലി, ഒരു കുടുംബം, അവർ എന്തൊക്കെ ചിട്ടകളാണ് വീട്ടിൽ നിന്ന് പാലിക്കേണ്ടത്? വീട്ടിൽ വ്രതം പാലിച്ച് 1-2 ദിവസം വ്രതം പാലിച്ച് ദേവിക്ക് മധു സമർപ്പിക്കുന്നതാണ് കുറച്ച് കൂടുതൽ ഉത്തമം. ഉദ്ദിഷ്ട കാര്യത്തിന് ഏറ്റവും ഫലപ്രദമാണ് ഇവിടുത്തെ മധുപൂജ. ഈ വെള്ളായണി ദേവി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അപ്പൊ പലപ്പോഴും പല രീതിയിലും പല സ്ഥലത്തും കൗളാചാരത്തിന് വ്യത്യാസമുണ്ട്. ദേശാചാരം വരുമ്പോഴത്തേക്കും അവിടുത്തെ നിവേദ്യങ്ങൾക്ക് വ്യത്യാസം വരാം. അത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇതുപോലെ മധുപൂജ പോലെ ഇനി അടുത്ത വിശിഷ്ടമായ നേർച്ച എന്താണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്? നേർച്ച പ്രധാനമായിട്ട് വറ എന്ന് പറയും. വറ നമ്മൾ അമ്പലത്തിൽ തന്നെ പാകം ചെയ്തെടുക്കും. നെല്ല് വറുത്ത് ഇടിച്ച് പൊരിയാക്കിയിട്ട് അതിൽ നിന്നും പിന്നെ ആ പൊരിയിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ആ നെല്ലിനെ വറുത്ത് വീണ്ടും ഇടിച്ച് ഭസ്മത്തിന്റെ രീതിയിൽ ആക്കിയിട്ട് ആ വറ നിവേദ്യം ദേവി കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും മാംസത്തെ പ്രതിദാനം ചെയ്യുന്ന രീതിയിലാണ് ആ വറ. അത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. അവിടെ ദേവിയുടെ വറപ്പുര എന്നുണ്ട്. മറ്റുള്ള അമ്പലങ്ങളിൽ തിടപ്പള്ളി എന്ന് പറയും. അതേപോലെ ദേവിയുടെ ഒരു പാചകപ്പുരയുണ്ട്. ആ പാചകപ്പുരയിൽ നിന്ന് അത് പാചകം ചെയ്താണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. മദ്യത്തോടൊപ്പം തന്നെ ഈ മറയും കൊടുക്കുന്നുണ്ട്, കള്ളിനോടൊപ്പം തന്നെ. കാരണം അതിനകത്തൊരു വ്യവസ്ഥയുണ്ട് കൗളാചാരത്തില്, കുലാർണവ തന്ത്രം പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതായത് മദ്യത്തോടൊപ്പം തന്നെ ഈ മാംസവും നൽകണം, വറയും നൽകണം. അപ്പം മധുപൂജ ചെയ്യുന്നവർ ഇതും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. മദ്യത്തോടൊപ്പം അല്ല കള്ളിനോടൊപ്പം വറ കൊടുക്കുമ്പോൾ മാത്രമേ ആ മധുപൂജ എന്നുള്ള സങ്കല്പവും ആ നിവേദ്യയോടെ പൂർണ്ണമാകുന്നത് രണ്ടും ഒരുമിച്ച് നൽകുമ്പോഴാണ്. ഈ മധുപൂജ എന്നുള്ളത് ഒരു വ്യക്തി ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി എത്ര മധുപൂജയാണ് ചെയ്യേണ്ടത്? അത് സങ്കല്പത്തിന്. ഇപ്പം നമുക്ക് ഒരു ദിവസം 1 അങ്ങനെ ഒറ്റ സംഖ്യ വരുന്നത് 1, 3, 5, 7 ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വ്യവസ്ഥ. കാരണം ഇവിടെ 7 എന്ന് പറയുന്ന ഒരു പ്രാധാന്യമുള്ള ഒരു നമ്പർ ഉള്ള ഒരു അമ്പലമാണ്. അപ്പം 7 ഉച്ചവലി, 7 വിശേഷാൽ പൂജ, അങ്ങനെ 7 സങ്കല്പം, 7 കലമാൻ കൊമ്പ്. അപ്പം 7ന് പ്രാധാന്യം ഉള്ളത് കൊണ്ട് ശരിക്കും നമ്മൾ 7നാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഒരു നിവേദ്യം നടത്തുന്ന 7 നമ്മൾ സങ്കല്പിക്കാറുണ്ട്, 7 പ്രാവശ്യം നൽകണം എന്നൊരു വ്യവസ്ഥ വയ്ക്കാറുണ്ട്. അത് ഈ അമ്പലത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇനി വേറെ ഏതാണ് ഇവിടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി വേറെ എന്താണ് അടുത്ത നിവേദ്യം? ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി നമ്മൾ ഫലവർഗ്ഗങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കരിക്ക് പ്രധാനമായിട്ട് കൊടുക്കാറുണ്ട്, പൊരി, അവല്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിവേദ്യം എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത അടയാണ്. അട അത് ഈ കാളി ഉത്സവത്തിനാണ് അത് നിവേദിക്കുന്നത്. കൂടാതെ തന്നെ വർഷത്തിലൊരിക്കൽ ഇവിടെ 7 വിശേഷാൽ പൂജയുണ്ട്, കലമാൻ കൊമ്പ് പൂജയിൽ. അതിൽ ഈ അട നിവേദ്യം ഈർക്കിൽ കൊടുത്ത് ഒരു പ്രത്യേക സംവിധാനത്തിൽ കൊടുക്കുന്നുണ്ട്. അതും ഈ മാംസത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. അത് എന്ത് നേർച്ചയ്ക്കാണ് സാധാരണ ജനങ്ങൾ കൊടുക്കുന്നത്? അത് നേർച്ചയായിട്ടല്ല, അത് ഈ യജമാന സ്ഥാനി എന്ന് പറയുന്ന അവർ കൊടുക്കുന്നതാണ്. യജമാന നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8 സ്ഥാനിമാരുടെ കുടുംബമായിരുന്നു ഇവിടെ ആദ്യം ആയിരുന്നത്. അപ്പോൾ അവർ അന്ന് ആദ്യം ഇത് കൊടുത്ത് സങ്കല്പിച്ച് ഇപ്പോഴും
അത് ഭക്തജനങ്ങൾ പുറത്തുനിന്ന് ഈ അട നിവേദ്യം കൊടുക്കാറില്ല. കാരണം ഈ ദേവതാ സ്ഥാനത്തിന് വേണ്ടി ഉള്ളൊരു പാചക ദ്രവ്യമാണിത്.